പാഠം 678. ഒരു യോഗ്യതാ പരീക്ഷ. ഹലോ, ആ വിദ്യ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇല്ലില്ല, ഇന്ന് ഞാൻ ഓഫീസിലേക്ക് വരുന്നില്ല. ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഇന്നിവിടെ ഒരു ജോലിക്കാരി വരിക, ജാനകി. ഒറ്റയ്ക്ക് ഈ അടുക്കളയിലും മുറ്റത്തൊക്കെ യുദ്ധം ചെയ്ത് ഞാൻ മടുത്തു. ഒരു ജോലിക്കാരി ഇല്ലാതെ പറ്റില്ല എന്ന് ഞാൻ തീർത്ത് പറഞ്ഞതോടെയാണ് മോഹനേട്ടൻ ഒന്ന് സമ്മതിച്ചത്. കുറച്ച് കഴിയുമ്പോ ആള് വരും. നമ്മുടെ ഉത്തമന്റെ ഏർപ്പാടാ. ഇന്ന് ജാനകി വന്നാ അവക്ക് വീട്ടിലെ രീതികളും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കണ്ടേ. അതുകൊണ്ട് ഇന്ന് ഞാൻ ലീവാ. നാളെ രാവിലെ കാണാം. അതൊരു കഥയാ മോളെ. ജോലിക്കാര് വരുന്നത് വില്ലേജ് ഓഫീസർക്ക് ഇപ്പോഴും അങ്ങ് ദഹിച്ചിട്ടില്ല. അതെ അതെ. ശരി, ജാനകി വന്നിട്ട് ഞാൻ വിളിക്കാം. മോനേട്ടാ, വിദ്യ വിളിച്ചിരുന്നു. നമ്മളുടെ വീട്ടു ജോലിക്കാരെ വെക്കാൻ പോകുന്ന കാര്യം പറഞ്ഞിട്ടേ അവക്ക് വിശ്വാസമാവുന്നില്ല. ജോലിക്കാരി വെക്കാൻ മോഹനേട്ടൻ സമ്മതിച്ചോ എന്നാണ് അവള് ചോദിക്കുന്നത്. ജോലിക്കാരി വെക്കാൻ ഞാൻ സമ്മതിച്ചിട്ടില്ലല്ലോ. സമ്മതിച്ചില്ലേ? അപ്പൊ മോഹനേട്ടനല്ലേ ഇന്നലെ പറഞ്ഞത് ജോലിക്കാരി വരട്ടെ, കൊള്ളാവുന്ന ആളാണെങ്കിൽ നമുക്ക് ജോലിക്ക് വെക്കാന്ന്? അത് സത്യം. ആള് വരട്ടെ, നമുക്ക് പറ്റിയ ആളാണെങ്കിൽ വെക്കാം എന്നാണ് ഞാൻ പറഞ്ഞത്. ആള് ഇതുവരെ വന്നില്ല. വന്നാലല്ലേ ആള് കൊള്ളാമോ ഇല്ലെന്നൊക്കെ പറയാൻ പറ്റൂ. എന്താണ് സാറിന്റെ ഉദ്ദേശം? വന്നു കയറുന്നയാളെ എന്തെങ്കിലും കടുത്ത ചോദ്യങ്ങളൊക്കെ ചോദിച്ച് തോൽപ്പിച്ച് ജോലിക്ക് കൊള്ളില്ല എന്ന് തീരുമാനിക്കാമെന്നാണോ? മോഹനേട്ടാ, ജാനകി വരുന്ന അടുക്കള ജോലി ചെയ്യാനാണ്. അവളോട് അമേരിക്കയുടെ പ്രസിഡന്റ് ആരാണെന്നോ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആരാണ് എന്നൊക്കെ ചോദിച്ച് ഉത്തരം മുട്ടിക്കാനാണ് പരിപാടിയെങ്കിൽ അത് നടക്കൂല. വക്കീല് പറഞ്ഞതൊക്കെ ഞാൻ ജാനകിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. വേറെ പ്രശ്നമൊന്നും വരാതെ വക്കീല് നോക്കണം. അത് ഞാൻ ഏറ്റു. അപ്പൊ ശരി വക്കീലെ, 15 മിനിറ്റ് ഞാൻ ജാനകി അവിടെ എത്തിയിരിക്കും. ശരി. ആരായിരുന്നു? ഗുമസൻ മത്തായിച്ചേട്ടൻ. ഒരു അത്യാവശ്യ കാര്യം പറയാൻ വിളിച്ചതാ. എന്തത്യാവശ്യം? എനിക്ക് 1314 അത്യാവശ്യങ്ങളുണ്ട്. അതെല്ലാം എനിക്ക് മോനോട് പറയാൻ പറ്റുമോ? അല്ല പിന്നെ ജോലിക്കാരുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞ വ്യവസ്ഥയിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. ആ പെൺകുട്ടി ഇവിടെ വന്നതിന് ശേഷം പിന്നെ എന്തെങ്കിലും പറഞ്ഞ് ഇവിടെ ജോലിക്ക് നിർത്താമെന്ന് നീ കരുതണ്ട. മോഹനേട്ടാ, ഇന്നലെ മുതലേ മോഹനേട്ടൻ ഇത് തന്നെയല്ലേ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. എനിക്ക് പറയാനുള്ള കാര്യം ഞാനും പറഞ്ഞു. ജാനകി അത്യാവശ്യം ലോകപരിചയമൊക്കെ ഒരു കുട്ടിയാണ്. പിന്നെ അടുക്കള ജോലിക്കാരിക്ക് ലോകപരിചയത്തെക്കാട്ടിലും കൂടുതൽ വേണ്ടത് അടുക്കളയിലെ കാര്യങ്ങളെ പറ്റിയല്ലേ. അത് അവക്ക് നന്നായിട്ട് അറിയാന്നാണ് ഉത്തമൻ പറഞ്ഞിരിക്കുന്നത്. കുറെ നേരമായാലും ഇതും പറഞ്ഞ പറയാൻ നടക്കുന്നു. ഞാൻ ആവശ്യമില്ലാത്ത ഒന്നും ചോദിച്ചിട്ടില്ല. ഒരു വക്കീലും വില്ലേജ് ഓഫീസറും താമസിക്കുന്ന വീട്ടിൽ അടുക്കള ജോലിക്കായി വരുന്ന ഒരു പെൺകുട്ടി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ ചോദിക്കൂ. തീർന്നല്ല പ്രശ്നം? ഇതൊരുമാതിരി ദുർവാശിയാ മോനേട്ടാ. മോഹനേട്ടന്റെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രമേ വീട്ടിൽ കാര്യങ്ങൾ നടക്കാവൂ എന്നുള്ളൊരു ദുർവാശി. സാധാരണ വീടുകളിൽ ഇങ്ങനെ ഒന്നുമല്ല സംഭവിക്കുന്നത്. ഒരു വേലക്കാരി വെക്കാൻ തീരുമാനിക്കുന്നു. അപ്പൊ ഗൃഹനാഥൻ പറയും, അടുക്കള ജോലിക്കാരി തീരുമാനിക്കുന്നത് അവരോട് ഇടപെടുന്ന സ്ത്രീകളല്ലേ എന്ന്. വീട്ടുകാരി ജോലിക്കാരി നിശ്ചയിക്കും. ഉത്തമൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. ഉണ്ട്. എന്താ അതിന്റെയൊക്കെ ആവശ്യം ജാനകിക്ക് തോന്നുന്നുണ്ടാവും. പക്ഷേ ഇവിടുത്തെ സാർ ഒരു പ്രത്യേക ടൈപ്പാ. അതൊന്നും കുഴപ്പമില്ല വക്കീലേ. സാർ ചോദ്യങ്ങൾ ഓരോന്നായിട്ട് ചോദിക്കട്ടെ, ജാനകി മണിയായിട്ട് ഉത്തരം പറയും ഇല്ലേ? ഞാൻ ഉത്തമനോട് ജാനകിയെ പറ്റി ചില കാര്യങ്ങൾ ചോദിച്ചറിയുകയായിരുന്നു. എന്റെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ആളെ പറ്റി എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയണമല്ലോ. അതൊക്കെ ഉത്തമൻ നേരത്തെ പറഞ്ഞല്ലേ? എന്നോട് പറഞ്ഞില്ലല്ലോ. എനിക്ക് കാര്യങ്ങൾ നേരിട്ട് കേട്ടറിയണം. പിന്നെ ഈ വീട്ടിൽ താമസിക്കുന്നത് ഒരു വക്കീലും വില്ലേജ് ഓഫീസറുമാണ് എന്നുള്ള കാര്യം ജാനകിക്ക് അറിയാമല്ലോ. അറിയാം സർ. ഞങ്ങളുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ആൾ ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം എന്ന് എനിക്ക് വളരെയധികം നിർബന്ധമുണ്ട്. അതുകൊണ്ട് ഞാൻ ജാനകിയോട് ഏതാനും ചില ചോദ്യങ്ങൾ ചോദിക്കാൻ പോവുകയാണ്. അതിനെല്ലാം ജാനകി കൃത്യമായി ഉത്തരം പറയണം. ശരി സർ.
ചോദ്യം 1. ഒരു ചായ തിളയ്ക്കാൻ എത്ര സമയമെടുക്കും? അല്ല അത് എന്താ ജാനകിക്ക് ചായ ഉണ്ടാക്കാൻ അറിയില്ലേ? അറിയാം സർ. അപ്പൊ പിന്നെന്താ പ്രശ്നം? പറയൂ, ഒരു ചായ തിളയ്ക്കാൻ എത്ര സമയമെടുക്കും? അല്ല സാർ, അതിപ്പോ ഗ്യാസിലാണെങ്കിൽ ജാനകി പറയൂ. അത് ചായ അടുപ്പിൽ വെച്ചാൽ കുറച്ച് കഴിയുമ്പോ തിളയ്ക്കും. അങ്ങനെ പറഞ്ഞാ പോരാ. ഒരു ചായ തിളയ്ക്കാൻ 6 മുതൽ 7 മിനിറ്റ് വരെ എടുക്കും. ചോദ്യം 2. കണ്ണെന്തോ എന്തിനാണ് ഇറച്ചിക്കറി ഉണ്ടാക്കുമ്പോഴും മീൻ വറുക്കുമ്പോഴും നമ്മൾ മഞ്ഞൾപ്പൊടി തൂവുന്നത്?